എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങി വന്നാലോ? ശരി, പോയി നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട പച്ചക്കറികൾ ഒരു ആൻറ്റിയുടെ സ്റ്റോളിൽ കണ്ടു. ഒരു വെജിറ്റബിൾ വിൽക്കുന്ന ഒരു ആൻറ്റിയുടെ സ്റ്റോളിൽ കണ്ടു. അവിടെ നമ്മൾ പോയിട്ട് ആൻറ്റിയോട് ഗ്രീൻ പീസിൻ്റെ വില ചോദിക്കുകയാണ്. അതെങ്ങനെ ചോദിക്കാം? മട്ടാർ കായ് ഭാവ് ആഹേ മൗഷി. ഇനി ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. മട്ടാർ ഗ്രീൻ പീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, വെജിറ്റബിൾ നെയിംസിൽ പഠിച്ചതാണ്. മട്ടാർ ഗ്രീൻ പീസ്. കായ് എന്ത്, ഇൻറ്ററോഗേറ്റീവ് വേർഡ്സ് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ആ വീഡിയോയിൽ നമ്മൾ കായ് എന്നതിൻ്റെ അർത്ഥം പഠിച്ചതാണ്. കായ് എന്ത്. ഭാവ് എന്നത് ഒരു പുതിയ വാക്കാണ്. ഭാവ് എന്ന് പറഞ്ഞാൽ വില, പ്രൈസ്, കോസ്റ്റ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഭാവ് വില. ആഹേ എന്ന് പറഞ്ഞാൽ ആണ്. ഇതും നമ്മൾ നേരത്തെ ആഹേ, ആഹോസ്, ആഹോത്ത്, ആഹാത്ത് എന്നൊക്കെ പഠിച്ച ആ വീഡിയോയിൽ ഈ വാക്കും നമ്മൾ പഠിച്ചതാണ്. മൗഷി ഇതും നമ്മൾ പഠിച്ച വാക്കാണ്. റിലേഷൻഷിപ്സിൻ്റെ വീഡിയോയിൽ നമ്മൾ ഈ വാക്ക് പഠിച്ചതാണ്. ആൻറ്റി എന്നാണ് അർത്ഥം. അപ്പോൾ ആൻറ്റി ഗ്രീൻ പീസിന് എന്താ വില എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അതെങ്ങനെ ചോദിക്കാം? മട്ടാർ കായ് ഭാവ് ആഹേ മൗഷി. ഗ്രീൻ പീസ് എന്താണ് വില ആൻറ്റി? ഓക്കെ, അപ്പോൾ ഭാജി വിൽക്കുന്ന ആൻറ്റി, വെജിറ്റബിൾസ് വിൽക്കുന്ന ആൻറ്റി ഉത്തരം പറയാണ്. മട്ടാർ 20 रुपये പാവ് ആഹേ തായി. ഓക്കെ, അപ്പോൾ തായി എന്ന വാക്കും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. തായി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നാണ് അർത്ഥം. ഇവിടെ ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലും കണ്ടിട്ടില്ലേ, ചേച്ചി, ചേട്ടാ എന്ന് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. നമുക്ക് പരിചയമില്ലാത്തവരായാലും നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയും ആ മൗഷി അല്ലെങ്കിൽ ആ ആൻറ്റി നമ്മളോട് പറയാണ് മട്ടാർ 20 रुपये പാവ് ആഹേ തായി. മട്ടാർ ഗ്രീൻ പീസ്. 20 എന്ന് പറഞ്ഞാൽ 20 എന്നാണ് അർത്ഥം. റുപ്പയെ റുപ്പീസ്, രൂപ. പാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പാവ് കിലോ. പാവ് എന്ന് പറഞ്ഞാൽ 1/4 കിലോ, 250 grams. ആഹേ ആണ്. മട്ടാർ 20 रुपये പാവ് ആഹേ തായി എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് 20 രൂപ 1/4 കിലോന് ആണ് ചേച്ചി. തായി എന്ന് പറഞ്ഞാൽ അവർ സാധാരണ ചേച്ചി എന്ന ഒരു സ്ഥാനം വേണ്ട. അല്ലെങ്കിലും അവർ സ്നേഹത്തോടെ നമ്മൾ സ്നേഹത്തോടെ ഒരു സ്ത്രീയെ കാണുമ്പോൾ നമ്മൾ മൗഷി, നമ്മുടെ റിലേഷനിൽ അല്ലെങ്കിലും മൗഷി എന്ന് നമ്മൾ പറയും. മൗഷി കസേ ആഹാത്ത് തുമി. മൗഷി നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, സുഖമായിരിക്കുന്നോ എന്നൊക്കെ സാധാരണ പറയുന്ന പോലെ തന്നെയാണ് ഈ തായി എന്ന വാക്കും അവർ ഉപയോഗിക്കുക. അപ്പോൾ അതൊരു സ്നേഹത്തോടെ പറയുന്ന ഒരു വാക്കാണ്. ഓക്കെ, ചേച്ചി എന്നാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ്. ഓക്കെ, മട്ടാർ 20 रुपये പാവ് ആഹേ തായി. അപ്പോൾ ഇനി നമുക്ക് 1/4 കിലോ മട്ടാർ വേണം, 1/4 കിലോ ഗ്രീൻ പീസ് വേണം. അതെങ്ങനെ പറയാം? ഇപ്പോൾ അവർ വില പറഞ്ഞല്ലോ, 20 രൂപ 1/4 കിലോന് 20 രൂപയാണെന്ന് അവർ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പറയാണ് ഠീക്ക് ആഹേ. ഠീക്ക് ആഹേ എന്ന് പറഞ്ഞാൽ ശരി, ശരിയാണ്, ഓക്കെ എന്ന്. ഓക്കെ എന്നേ അർത്ഥമുള്ളൂ. ഠീക്ക് ആഹേ. പാവ് കിലോ മട്ടാർ ദ്യാ. പാവ് നമ്മൾ പറഞ്ഞു നേരത്തെ 1/4 അല്ലെങ്കിൽ 250. പാവ് കിലോ 250 grams, 1/4 കിലോ. മട്ടാർ ഗ്രീൻ പീസ് ദ്യാ തരൂ. ഇവിടെ ഇതും നമ്മൾ ആക്ഷൻ വേർഡ്സിൽ പഠിച്ച വാക്കാണ്. ദേണേ എന്ന് പറഞ്ഞാൽ തരിക എന്നാണ് അർത്ഥം. ഒരാൾ വേറൊരാളോട് പറയുമ്പോൾ ദേ എന്ന് പറഞ്ഞാൽ താ എന്നാണ് അർത്ഥം. ദ്യാ എന്ന് പറഞ്ഞാൽ തരൂ എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ പറഞ്ഞു കുറച്ച് പ്രായമായ സ്ത്രീയാണ് അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അവരെ മൗഷി എന്ന് വിളിച്ചത്, ആൻറ്റി എന്ന് വിളിച്ചത്. അപ്പോൾ അവരോട് താ എന്ന് പറയില്ലല്ലോ, തരൂ എന്നല്ലേ പറയുക. അപ്പോൾ അതിന് ദ്യാ എന്ന് വേണം പറയാൻ. ഓക്കെ, ഠീക്ക് ആഹേ, ഓക്കെ. 20 രൂപയാണ് പാവ് കിലോ, ശരി, ഓക്കെ. പാവ് കിലോ ഗ്രീൻ പീസ് തരൂ. പാവ് കിലോ മട്ടാർ ദ്യാ. ഇനി നമുക്ക് ഗ്രീൻ പീസ് മാത്രം പോരാ, ക്യാരറ്റും വേണം. അപ്പോൾ അതെങ്ങനെ പറയും? ആണി ഗാജർ പൺ ദ്യാ അർദ്ധ കിലോ. എത്ര വേണം? അർദ്ധ കിലോ. അർദ്ധ കിലോ എന്ന് പറഞ്ഞാൽ 1/2 കിലോ എന്നാണ് അർത്ഥം. അപ്പോൾ പാവ് കിലോ എന്ന് പറഞ്ഞാൽ 1/4 കിലോ എന്നും അർദ്ധ കിലോ എന്ന് പറഞ്ഞാൽ 1/2 കിലോ എന്നുമാണ് അർത്ഥം. ഗാജർ, ക്യാരറ്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആണി
ആണി എന്ന് പറഞ്ഞാൽ ആൻഡ്, ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയില്ലേ, ദിസ് ആൻഡ് ദാറ്റ്. ഇവിടെ ഗ്രീൻ പീസ് ആൻഡ് ക്യാരറ്റ് എന്ന അർത്ഥത്തിലാണ് ആണി എന്ന് പറയുന്നത്. ഇതും കൂടെ എന്നുള്ളതിനാണ് ആണി എന്ന വാക്ക് കൂട്ടിച്ചേർക്കുക. കൺജങ്ഷൻ ആൻഡ് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പോലെ. അപ്പോൾ ഗാജർ കഴിഞ്ഞിട്ട്, ഗാജർ വേണമെന്ന് പറഞ്ഞു, ഗ്രീൻ പീസ് വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആണി ഗാജർ പണ്ദ്യ, അതും തരൂ, ക്യാരറ്റും തരൂ. ഈ പൺ എന്ന് പറഞ്ഞാൽ ഇതും അതും എന്നുള്ളത്, അതും എന്ന് കൂട്ടി പറയാൻ നേരത്താണ് പൺ എന്ന വാക്ക് പറയുക. ആണി ഗാജർ പണ്ദ്യ അർദ്ധ കിലോ, ക്യാരറ്റും തരൂ 1/2 കിലോ. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നോക്കൂ, ആൻറ്റി ഇതാ ചിരിച്ചുകൊണ്ടിരിക്കണു. ആൻറ്റി പറഞ്ഞു ഹേ ഘ്യാ തായി, ഹേ ഇത്, ഘ്യാ എടുക്കൂ, എടുത്തോളൂ. അപ്പോൾ ഇതും നമ്മൾ ആക്ഷൻ വേർഡ്സിൽ പഠിച്ച വാക്കാണ്. ഘേണേ എന്ന് പറഞ്ഞാൽ എടുക്കുക, ഘേ എന്ന് പറഞ്ഞാൽ എടുക്ക്. ഇപ്പം നമ്മളിത് എടുക്ക് എന്ന് പറയാൻ ഹേ ഘേ എന്ന് പറയും. ഇവിടെ നമ്മൾ സ്നേഹത്തോടെ അല്ലെങ്കിൽ കുറച്ച് റെസ്പെക്റ്റ് കൊടുത്തിട്ട് ഘ്യാ എടുത്തോളൂ എന്നാണ് പറയുന്നത് അവർ. ഹേ ഘ്യാ തായി, ഇത് എടുത്തോളൂ ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ചേച്ചി എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് ചേച്ചി ആവണം എന്നില്ല, ഇഷ്ടം കൊണ്ടും അവരങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഹേ ഘ്യാ തായി, ഇത് എടുത്തോളൂ ചേച്ചി. എന്നിട്ട് പിന്നെ അവർ ചോദിക്കുകയാണ് അജൂൻ കായ് ദേവു തുംഹാല. ഇത് അവർ ഇങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അജൂൻ, ഇനി ഇത് കൂടാതെ ഇനി എന്ത് വേണം എന്നാണ് അവർ ചോദിക്കുന്നത്. അജൂൻ കായ് എന്താർത്ഥം? നമ്മൾ പഠിച്ചതല്ലേ, എന്ത് എന്നാണ് കായ്. ദേവു എന്ന് പറഞ്ഞാൽ ദേ പറഞ്ഞാൽ തരുക എന്നാണ് അർത്ഥം. ദേണേ എന്ന് പറഞ്ഞാൽ തരുക എന്നാണ് അർത്ഥം. ദേവു എന്ന് പറഞ്ഞാൽ തരേണ്ടത് എന്നാണ് അർത്ഥം. ഓക്കെ, തുംഹാല ഈ വാക്കും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസസൊക്കെ ശരിക്ക് പറയാൻ കിട്ടണമെങ്കിൽ ഇതിന് മുമ്പ് പഠിച്ചു വെച്ച ആ വീഡിയോസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലോണം കേട്ട് ആക്കണം കേട്ടോ. തുംഹാല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ അജൂൻ കായ് ദേവു തുംഹാല എന്ന് അവർ ചോദിക്കണതിൻ്റെ അർത്ഥം എന്താണ്? ഇത് കൂടാതെ ഇനിയും എന്താണ് നിങ്ങൾക്ക് തരേണ്ടത്, ഇനിയും എന്താണ് നിങ്ങൾക്ക് തരേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രീൻ പീസും ക്യാരറ്റും മാത്രം മതി, വേറൊന്നും വേണ്ട. അപ്പോൾ വേറൊന്നും വേണ്ട എന്നാണ് നമുക്ക് പറയേണ്ടത്. അതെങ്ങനെ പറയാം? കാഹി നക്കോ, നക്കോ എന്ന് പറഞ്ഞാൽ വേണ്ട എന്നാണ് അർത്ഥം. കാഹി നക്കോ, ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അവർ പറയാണ് പാലക് ഘ്യാ. പാലക് എന്താണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്, സ്പിനാച്ച്, പച്ചച്ചീര. പാലക് ഘ്യാ, ഘ്യാ എടുത്തോളൂ, വാങ്ങൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വാങ്ങുക എന്നതെന്ന് പറഞ്ഞാൽ ഘേണെ, എടുക്കുക എന്ന് പറയണതും ഘേണ തന്നെയാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ ഘ്യാ എന്നത് എടുത്തോളൂ, എടുക്കൂ, വാങ്ങൂ എന്നാണ് അർത്ഥം. പാലക് ഘ്യാ. പിന്നെന്താ പറയണേ? ബഘ. ഇപ്പം ബഘണേ എന്നതും ആക്ഷൻ വേർഡ്സിൽ പഠിച്ച വാക്കാണ്, നോക്കുക. ബഘ എന്ന് പറയുമ്പോൾ സ്നേഹത്തോടെ റെസ്പെക്റ്റോടുകൂടെ കുറച്ച് റെസ്പെക്റ്റ് ചേർത്ത് പറയണം. അല്ലെങ്കിൽ ബഗ് എന്ന് പറഞ്ഞാൽ നോക്ക് എന്ന് പറയാം. ബഘ നോക്കൂ. കിതി താജ ആഹേ, കിതി എത്ര. ഇതും ഇൻറ്ററോഗേറ്റീവ് വേർഡ്സിൻ്റെ വീഡിയോയിൽ പഠിച്ച വാക്കാണ്. കിതി എത്ര. താജ ഫ്രഷ്. ഓക്കെ, താജ ഫ്രഷ്. ആഹേ ആണ്. അപ്പോൾ അവരെന്താ പറയുന്നത്? പാലക്ക് വാങ്ങിക്കൂ, പാലക്ക് എടുക്കൂ. ബഘ കിത്തി താജ ആഹേ, നോക്കൂ എത്ര ഫ്രഷാണ്. ഓക്കെ, ഫക്ത് 10 റുപ്പയെ ജുഡി. ഇനി അവരെന്താ പറയണത്? പാലക്ക് എടുക്കാൻ പറഞ്ഞിട്ട് എന്താ പറയണത്? ഫക്ത്. ഫക്ത് എന്ന് പറഞ്ഞാൽ വെറും. 10 10, റുപ്പയെ റുപ്പീസ് രൂപ, ജുഡി കെട്ട്. അപ്പോൾ അവരെന്താ പറയണേ? ഒരു കെട്ട് ചീരയ്ക്ക്, ഒരു കെട്ട് സ്പിനാച്ചിന് വെറും 10 രൂപയേ ഉള്ളൂ. ഫക്ത് 10 റുപ്പയെ ജുഡി. 25 ലാ 3 ജുഡി ദേത്തെ. 25 25. ഓക്കെ, 20 20, 5 5, 25 25. 25 ലാ 25 ലാ, ലാ എന്ന് പറഞ്ഞാൽ 25-ന്. ഓക്കെ, 25 25. 25 ലാ 25-ന്. 3 ജുഡി കെട്ടുകൾ. ദേത്തെ തരാം. ദേണേ തരിക. ദേത്തെ
തരാം. ഇവിടെ ദേത്തെ എന്ന വാക്ക് വരാൻ എന്താ കാരണം? ഇവർ ഒരു ഫീമെയിലാണ്, ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ദേത്തെ. ഒരു ആണായിരുന്നു, അത് ഒരു മെയിലായിരുന്നു അങ്ങനെ പറയുന്നത് എങ്കിൽ ദേത്തോ എന്നാണ് പറയുക. ഓക്കെ, 25 ला 3 जुड़ी ദേത്തെ. ഒരു ജോഡിക്ക് അല്ലെങ്കിൽ ഒരു കെട്ടിന് 10 രൂപയാണ്. ജുഡി എന്ന് പറഞ്ഞാൽ കെട്ട്, ഒരു കെട്ട് ചീരയ്ക്ക് 10 രൂപയാണ്. പക്ഷേ 3 കെട്ടെടുത്താൽ 25 രൂപയ്ക്ക് തരാം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഫക്ത 10 रुपये ജുഡി, വെറും 10 രൂപ ഒരു കെട്ടിന്. 25 ला 3 जुड़ी ദേത്തെ, 25-ന് 3 കെട്ട് തരാം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തായാലും വാങ്ങേണ്ടത് ഞാൻ വാങ്ങി. ക്യാരറ്റും ഗ്രീൻ പീസും മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ എനിക്ക് വേണ്ട എന്ന് നമ്മൾ എങ്ങനെ പറയും? നക്കോ മൗഷി. ഇവിടെ നക്കോ വേണ്ട, മൗഷി വേണ്ട ആൻറ്റി, ഹേ പൈസേ ഘ്യ ഈ പൈസ എടുക്കൂ എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ഇതും വാങ്ങിയല്ലോ നമ്മൾ, ഗ്രീൻ പീസും വാങ്ങിയല്ലോ, അപ്പോൾ അതിൻ്റെ പൈസ കൊടുക്കണ്ടേ? അത് അപ്പോൾ ഇനി വേറൊന്നും വേണ്ട. നക്കോ മൗഷി വേണ്ട, മൗഷി വേണ്ട ആൻറ്റി, ഹേ പൈസേ. ഹേ എന്ന് പറഞ്ഞാൽ ഇത്, ഈ പൈസേ എന്ന് പറഞ്ഞാൽ പൈസ, ഘ്യ എടുക്കൂ, വാങ്ങിക്കൂ എന്നൊക്കെയാണ് അവിടെ അർത്ഥം വരുന്നത്. ഹേ പൈസേ ഘ്യ ഈ പൈസ വാങ്ങിക്കൂ. വേണ്ട മൗഷി വേണ്ട ആൻറ്റി ഈ പൈസ വാങ്ങിക്കൂ. നക്കോ മൗഷി ഹേ പൈസേ ഘ്യ. ഇന്ന് ഈ കോൺവെർസേഷനിൽ നമ്മൾ പഠിച്ച സെൻറ്റൻസസുകളും പുതുതായി പഠിച്ച വാക്കുകളും എല്ലാം നിങ്ങൾക്ക് വളരെ ഫെമിലിയറായിട്ട് തോന്നുന്നില്ലേ? നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ സർവ്വസാധാരണമായിട്ട് കേൾക്കുന്ന വാക്കുകളും സെൻറ്റൻസസുകളല്ലേ ഇതൊക്കെ? അപ്പോൾ ഈ വീഡിയോ നന്നായിട്ട് ആദ്യം മുതൽ ശ്രദ്ധിച്ച് കേൾക്കൂ. ഇതിൽ പഠിച്ചിരിക്കുന്ന വാക്കുകളും സെൻറ്റൻസസും മാക്സിമം എല്ലാ സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ ശ്രമിക്കൂ. അങ്ങനെ നമുക്ക് ഭാഷ നന്നായിട്ട് വഴങ്ങും, നമുക്ക് നന്നായിട്ട് സംസാരിക്കാനും കഴിയും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഹാപ്പി ലിവിങ് ഗൈസ്.